നമ്മൾ പറഞ്ഞ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് എല്ലാം സെൻറ്റൻസിൻ്റെ കാര്യത്തിലും തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ പറഞ്ഞത് നമ്മൾ ലൈഫ് റെമിഷനും ഒരു 30 കൊല്ലത്തിന് രാജീവ് ഗാന്ധിയുടെ അസോസിനേഷൻ കേസിനും എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അത് കോടതി കണക്കാക്കിയത് അത് സുപ്രീം കോടതിക്ക് മാത്രമേ പറയാനുള്ള അധികാരമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ. എന്നാലും കോടതി ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട്. 2 വകുപ്പിലായിട്ട് 449 ലൈഫ് കൊടുത്തു, 302 ലൈഫ് കൊടുത്തു, 201 5 ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളം. പിന്നെ ബാക്കിയുള്ള ഡെത്ത് കണക്കാക്കാൻ പറ്റില്ല എന്ന് കോടതി വേറെ ഒന്ന് പറയാൻ കാരണം വെച്ചാൽ അടുത്ത് വരാൻ പോണ കേസിൽ അയാൾ കുറ്റക്കാരനെന്ന് കാണാതെ ഈ കേസിൽ തന്നെ ഒരു മുൻവിധിയോട് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഡെത്ത് പെനാൽറ്റീന് കൊടുക്കാതിരുന്നത്. നമ്മളുടെ എഫോർട്ടിന് കിട്ടിയ അംഗീകാരമാണ്, അത് പറയാൻ പറ്റില്ല. ഇതിൽ മേൽക്കോടതിയിൽ പോകാനുള്ള ഇതിലൊന്നും ഇല്ല. കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി. അപ്പോൾ ഇതിന് മുകളിൽ മേൽക്കോടതിയിൽ പോയാൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ അവർ പോയിരിക്കും, അത്രയേ ഉള്ളൂ. പരോളുടെ കോടതി ലൈഫ് പറഞ്ഞാൽ ലൈഫാണ്, അത്രയേ ഉള്ളൂ. അതിൽ ഇത് 14 കാലം 15 കൊല്ലം അങ്ങനെ അതെല്ലാം സർക്കാർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ലൈഫ് പറഞ്ഞാൽ ലൈഫാണ്, അത്രയേ ഉള്ളൂ. പരോള് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ പരോള് കൊടുക്കാൻ പാടില്ല എന്ന് ഈ കോടതിക്ക് പറയാൻ അധികാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പരോൾ കൊടുക്കുന്ന പക്ഷം കോടതി കൊടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ സർക്കാർ അതിനുള്ള എല്ലാ എഫേർട്സും എടുക്കണം, എല്ലാ സ്റ്റെപ്സും എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ സാക്ഷികൾക്കും കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. കാരണം അവരെ സംരക്ഷിക്കണം. അതായത് ഈ കുടുംബം കൂടാതെ അവരുടെ തൊട്ടടുത്തത് ഇയാളുടെ അയൽവാസിയും അവരുടെ അയൽവാസികളടക്കം സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയാൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാത്ത രീതിക്കാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ള രീതിക്കാണ്. സാധ്യതയില്ല എന്നാണ് പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട്. ഈ വിധി പറയണ മുമ്പ് കോടതി പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇയാൾക്ക് ഇനി ഒരു റിഫർമേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഇയാൾ ഇനി പുറത്തു വിട്ടാൽ വീണ്ടും ഇതെല്ലാം ചെയ്യും എന്നാണ് പ്രൊബേഷണറി. മാനസിക മെന്റലി സ്റ്റേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ. അതെ ഡിസ്ട്രിക്ട് പ്രൊബേഷൻ അതും പറഞ്ഞിട്ടുണ്ട്. കോടതി ഇപ്പോൾ 3.25 ലക്ഷമാണ് ഇപ്പോൾ ഓർഡർ ആക്കിയിരിക്കുന്നത്. അതിന് പുറമെ നമ്മളുടെ ലീഗൽ സർവീസ് അതോറിറ്റിക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിരുന്നും എടുത്തു കൊടുക്കണം. അതല്ല വെച്ചാലും ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ഈ പൈസ എടുത്തു കൊടുക്കണം എന്ന് ഡയറക്ഷൻ. വലിയ കേസുകളെല്ലാം പറയാറുണ്ട് കോടതികൾ. അത് കണ്ടെത്താനായിട്ടില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇനി വരാൻ പോണ കേസ് അയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ കോടതി ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം കേസ് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതും ചേർന്നാൽ വരാം. പക്ഷേ അതിപ്പോൾ അയാൾ നമ്മളുടെ കോടതി നിയമപ്രകാരം ഇന്നസെന്റ് അൺടിൽ ഈസ് പ്രൂവ്ഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇപ്പോൾ തന്നെ കുറ്റക്കാരനാണെന്ന് കോടതി കാണാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായും എല്ലാ തെളിവുകളും എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ ഭംഗിയായി കോടതിയിൽ ബോധിപ്പിച്ചതും അത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയതാണ് ഈ കേസിൻ്റെ ഒരു വിജയം. അതെ, ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്, അത്രയേ ഉള്ളൂ. ഈ കേസിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം ഈ കേരളത്തിൽ ചെയ്യാത്ത പോലെ നമ്മൾ ഒരു മൈറ്റോകോൺട്രിയൽ ടെസ്റ്റ് അടക്കം നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ DNA മുഴുവനും കിട്ടാത്തതുകൊണ്ട് അത് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ആ കേസ് നമ്മൾ ശ്രമിച്ചത്. അത് നമ്മളുടെ SP ഒരു മുൻകൈ എടുത്തിട്ടാണ് അത് ചെയ്യിപ്പിച്ചത്. അത് കേട്ടു. അത് അവരെ മനസ്സിലാക്കിപ്പിക്കലായിരുന്നു വലിയ പണി. അവരെ മനസ്സിലാക്കിപ്പിച്ച് അവരെ കറക്റ്റായിട്ട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്മാറെന്ന് പറഞ്ഞിട്ടല്ല, അവർക്ക് ഒരു പേടിയുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഒരു ഭാര്യ ഏട്ടൻ അടക്കം കൂഴുമാറിയില്ല എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് ഈ കേസിൽ. അവർക്കുള്ള കാര്യം കറക്റ്റായിട്ട് അവർ കോടതിയിൽ അവതരിപ്പിച്ചു. ഈ വിസ്താരത്തിന്റെ സമയത്തും ഈ സാക്ഷികളോടൊക്കെ വളരെ മോശമായിട്ടുള്ള സംസാരങ്ങളും കോടതിയിൽ സാക്ഷികളുടെ അടുത്ത് ഡയറക്റ്റായിട്ടല്ല, അയാൾ പുറത്ത് വന്നിട്ട് മാധ്യമങ്ങളോട് ഒരു ഭീഷണിപ്പെടുത്തലും അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് സാക്ഷികൾ ഇതെല്ലാം TV കാണുന്നില്ലേ, അവർക്ക് ഒരു പേടി ഉണ്ടാവും. അത് അവർ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ.